പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ സഹപാഠികളെ കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം ക്ലാസ് കോടതിയിലാണ് ഹാജരാക്കിയത്. അക്ഷിത, അലീന, അഞ്ജന എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ആ വാർത്ത കാണാതെ. വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥിനികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. അറസ്റ്റിലായ വിദ്യാർത്ഥിനികളുടെ മാനസിക പീഡനം മൂലമാണ് അമ്മു ആത്മഹത്യ ചെയ്തത് എന്നതാണ് പോലീസിന്റെ നിഗമനം. പത്തനാപുരം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശിനി AT അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു എന്നിവരെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ച മുൻപ് പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് പിടിയിലായ സഹപാഠികൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പൽ 3 വിദ്യാർത്ഥികൾക്കും മെമ്മോയും നൽകി. ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച പോലീസ് അമ്മുവിന്റെ മാതാപിതാക്കൾ, കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും ശേഖരിച്ചിരുന്നു. അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതി, അമ്മുവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിശദമായ മൊഴികൾ എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. മരണത്തിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സുജു, ഈ വിഷയത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ്? അത് മാത്രമല്ല, ഇതിലെ ദുരൂഹത, വാഷ്റൂമിന് മുമ്പിൽ വെച്ച് അടക്കം മർദ്ദിച്ച അവരൊക്കെയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇവർക്കെതിരായി ചുമത്തപ്പെട്ടിരിക്കുന്നത്? മാത്രമല്ല, ഇതിലെ ദുരൂഹത നീങ്ങാൻ ഇനി എന്തൊക്കെയാണ് അനിവാര്യമായ ഘടകങ്ങൾ? അജിംഷാദ, നേരത്തെ തന്നെ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഈ പരാതി ഉയർന്ന വിദ്യാർത്ഥിനികൾ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയും അവരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുകയാണ്. ഇതിൽ ഈ പ്രതികളായിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ജാമ്യം നൽകരുതെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. കോടതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതാണ് കേസിന് ഗൗരവ സ്വഭാവം എന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പ്രതികളെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ ക്ഷമിക്കണം, ജാമ്യം നൽകിയാൽ ഈ തെളിവുകൾ, അതായത് ലോഗ് ബുക്കുണ്ട്, അത് നഷ്ടമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ അബു സജീവിനെതിരെ ഉന്നയിക്കുകയും തുടർന്നാണ് അമ്മുവിൻ്റെ ബാഗ് ഉൾപ്പെടെ പരിശോധിച്ച സംഭവം ഉണ്ടാകുന്നത്. അതിനാൽ ആ ലോഗ് ബുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ പ്രതികളായിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ജാമ്യം നൽകരുതെന്നാണ് കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രതിഭാഗം പറഞ്ഞ പെൺകുട്ടികളുടെ പ്രായം 24 വയസ്സിൽ താഴെയാണ്. അതിനാൽ അവർക്ക് ജാമ്യം നൽകണം. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിൽ ഇനി ഇടരുതെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്ന തരത്തിലൊരു സംഭവം ഇല്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന CA ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ വിശദാംശം ആരാഞ്ഞിട്ടുണ്ട്. സുജു ടി ബാബു നൽകിയത്.